Salute. Down. बोलो भारत माता की, बोलो भारत माता की, बोलो महात्मा गांधी की, बोलो पंडित जवाहरलाल नेहरू की, बोलो पंडित जवाहरलाल नेहरू की, बोलो डॉक्टर राजेंद्र प्रसाद की, बोलो डॉक्टर जाकिर हुसैन की, बोलो डॉक्टर जाकिर हुसैन की, बोलो डॉक्टर राधा कृष्णन की, बोलो बालगंगाधर तिलक की, बोलो गोपाल कृष्ण गोखले की, बोलो भगत सिंह की, बोलो भारत माता की, बोलो महात्मा गांधी की. ഏറെ പ്രിയപ്പെട്ട ഡ്രൈവേഴ്സ് യൂണിയന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 78 വർഷങ്ങളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നാമൊക്കെ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നത് പോലെ കൂടാനുള്ള സൗകര്യമുണ്ടാക്കി തന്ന, നമ്മളൊക്കെ ഇതുപോലെ ഒന്നിച്ച് ചേർന്ന് മുദ്രാവാക്യം വിളിക്കാനും നമ്മുടേതായ പ്രവർത്തനങ്ങൾ നടത്താനും ഈ സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്ന ഒരുപാട് മഹാരഥന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിലാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ അവരുടെ ജീവനും അവരുടെ സമ്പത്തും അവരുടെ കുടുംബവും ത്യജിച്ചുകൊണ്ട് തേടിത്തന്ന സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ആഘോഷിക്കേണ്ടതാണ്, ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ ഭരണഘടനാ സംവിധാനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ആണിക്കല്ല്. ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്. രാജ്യത്തിൻ്റെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ പുതിയ തലമുറ, പുതിയ ചെറുപ്പക്കാർ എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രാജ്യം ശിഥിലമാകുമ്പോൾ അവിടെ ഉയർത്തെണീറ്റ് ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും രാജ്യത്തെ ഒന്നിച്ചു നിർത്തേണ്ടതും ഉത്തരവാദിത്വം പുതിയ ചെറുപ്പക്കാർക്കാണ്. ചെറുപ്പക്കാർ മുഴുവൻ അരാഷ്ട്രീയവാദത്തിൻ്റെ വക്കിലാണ്. രാജ്യസ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് ഭൂരിഭാഗം ചെറുപ്പക്കാരും ലഹരിയുടെ പിന്നാലെയാണ്. പുതിയ പുതിയ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആനന്ദ നൃത്തമാടി മറ്റൊരു മേഖലയിലേക്ക് ചെറുപ്പക്കാർ വഴിമാറി പോവുകയാണ്. ഞാൻ ഈ മഴ, ഈ കാലാവസ്ഥ അനുയോജ്യമല്ലാത്തത് കൊണ്ട് ഒരുപാട് നീട്ടിപ്പടുത്തി പറയുന്നില്ല. പുതിയ ചെറുപ്പക്കാരെ കിട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പുതിയ ചെറുപ്പക്കാരെ കൂടി രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ്, മാർക്സിസ്റ്റ്, BJP നീങ്ങുന്നതുമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ കാര്യങ്ങളാണ്. ഈ രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും രാഷ്ട്രത്തെ സംരക്ഷിക്കാനും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ പുതിയ തലമുറ രംഗത്ത് വന്നേ മതിയാവും എന്ന് മാത്രമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിർത്തുന്നു. ഈ സ്വാതന്ത്ര്യദിന പൊൻപുലരിയിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ഒരുപാട് കാലം കാവൽ നിന്ന് ഒരു പട്ടാളക്കാരൻ ഈ ദേശാഭിമാനികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി ജേക്കബിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എൻ്റെ നാട്ടുകാരെ, 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ഈ 79ാമത് സ്വാതന്ത്ര്യ ദിനേട്ടം പറഞ്ഞത് ഉയർത്തുന്നതിന് വേണ്ടി ധീരയോദ്ധാക്കൾ ബലി അർപ്പണം ചെയ്ത് ഇന്ന് ഈ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലും നമുക്ക് ഇന്ന് ഭരണഘടന വിഭാജനം ചെയ്യുന്നതായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ സ്വാതന്ത്ര്യം ഇനി മുമ്പോട്ട് നമ്മുടേതായ ഭരണഘടനയ്ക്കനുസരിച്ച് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി നടക്കുവാനും ജാതി, മത, വർഗ വ്യത്യാസമെന്നെ എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെ മുമ്പോട്ട് നീങ്ങുവാൻ
ഈ സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇതിന് ശേഷം പായസം കേട്ടിട്ടുണ്ട് ഒരാശംസകൾ കൂടി നമ്മൾ ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയവാദത്തിൻ്റെയും രാജ്യത്തെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരില്ലാത്ത പാവപ്പെട്ടവരെ സഹായിക്കാൻ ആളുകളില്ലാത്തൊരു കാലത്തും നമ്മുടെയൊക്കെ പ്രതീക്ഷയും നമ്മുടെയൊക്കെ എല്ലാ പ്രതീക്ഷകൾക്കും നമുക്കൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ഷമീർ എത്തിയിട്ടുണ്ട്. 2 വാക്ക് എന്നാൽ എല്ലാ ഗവൺമെൻറ്റും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. നമുക്കൊരു പ്രതീക്ഷ നമ്മുടെ സാധാരണക്കാരെ സഹായിക്കാനൊക്കെ വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദേശീയ